തിരുവനന്തപുരം വഞ്ചിയൂർ ഏരിയ സമ്മേളനത്തിനായി റോഡ് അടച്ച് പന്തൽ കെട്ടിയ സംഭവത്തിൽ വീഴ്ച സമ്മതിച്ച് സിപിഎം. റോഡ് അടച്ച് പന്തൽ കെട്ടിയത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് വി ജോയ് എംഎൽഎ പറഞ്ഞു. വഞ്ചിയൂർ ഏരിയ കമ്മിറ്റിക്ക് പിശക് സംഭവിച്ചെന്നും എംഎൽഎ വ്യക്തമാക്കി. ഇപ്പോ ചില പ്രശ്നങ്ങളിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ വഞ്ചിയൂരിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, ഞങ്ങൾ വേദി കെട്ടിയിരുന്നത് മെയിൻ റോഡിലല്ല. മെയിൻ റോഡ് എന്ന് പറയുന്നത് കോടതിയുടെ വശത്തുകൂടി പോകുന്നതാണ് മെയിൻ റോഡ്. ആ മെയിൻ റോഡിന് പാരലായിട്ട് ഈ അടുത്ത കാലത്തായിട്ട് ഒരു ചെറിയ ബൈ റോഡ് അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതാകട്ടെ ആമയിഴഞ്ചാൻ തോടിന്റെ മുകളിൽ സ്ലാബുകൾ നിരത്തിയിട്ടുള്ള ഒരു റോഡാണ്. വലിയ ട്രാഫിക് വിഷയം ഉള്ളതുകൊണ്ട് തന്നെ ഈ പാർക്കിംഗ് മെയിൻ റോഡിൽ ഇപ്പോൾ അനുവദിക്കുന്നില്ല. ഈ ബൈ റോഡിലാണ് പാർക്കിംഗ് എല്ലാം അനുവദിക്കുന്നത്. അപ്പോൾ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതാണ് ഈ ബൈ റോഡ് എന്ന് പറയുന്നത്, ആമയിഴഞ്ചാൻ തോടിന് മുകളിലുള്ള ഈ പ്രദേശം. അപ്പോൾ അവിടെയാണ് വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി പൊതുസമ്മേളനത്തിന്റെ സ്റ്റേജ് കെട്ടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നത്. അതുമാത്രമല്ല, അന്നത്തെ ദിവസം ജനറൽ ഹോസ്പിറ്റൽ മുതൽ വഞ്ചിയൂർ വരെ വരുന്ന ഭാഗത്ത് സ്മാർട്ട് സിറ്റിയുടെ റോഡ് പ്രവർത്തനം നടക്കുന്നതുകൊണ്ട് അന്ന് ട്രാഫിക് വഴിതിരിച്ചു വിടുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി ആമയിഴഞ്ചാൻ തോടിന് മുകളിലെ ഈ അടുത്ത കാലത്തായിട്ട് സ്ലാബിട്ട് നികത്തിയ സ്ഥലത്ത് സ്റ്റേജ് നിർമ്മിച്ചത്. സാധാരണ നിലയിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ പൊതുസമ്മേളനങ്ങളും സമരപരിപാടികളുമെല്ലാം ഇങ്ങനെ നടത്താറുണ്ട്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ കോൺഗ്രസ് ഒരു വലിയ സമരം ഈ അടുത്ത കാലത്ത് നടത്തിയിരുന്നു. ഗവൺമെന്റ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വലിയ സമരം സെക്രട്ടേറിയറ്റിന്റെ നടയിൽ നടത്തിയിരുന്നു. സെക്രട്ടേറിയറ്റിന്റെ 2 റോഡുകളും അടച്ച് അവിടെ സ്റ്റേജ് നിർമ്മിച്ചിരുന്നു. അവിടെയും പോലീസ് ഒരു കേസെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായി ഇങ്ങനെ ചില പ്രശ്നങ്ങൾ വരാറുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഞങ്ങളുടെ ഒരു വ്യക്തമായിട്ടുള്ള അഭിപ്രായം അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഞങ്ങളുടെ അഭിപ്രായം.